ആയിരക്കണക്കിന് മണിക്കൂറുകൾ ഇത് ഭാഗവതവും രാമായണവും ഒക്കെ വായിക്കുന്നവരെയാണ് നമ്മൾ വായിച്ചിട്ടുള്ളവരെയാണ്. പക്ഷെ അവർ ബോധത്തിന്റെ ഒരു പടി പോലും സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല. കുറെ കഥകളൊക്കെ പറഞ്ഞിരിക്കുക, എന്തുകൊണ്ടാണ് അവർക്ക് അത് പോകാൻ പറ്റാത്തത്? അവർക്ക് വേണ്ടുന്ന വഴിയിലൂടെ പറഞ്ഞു വിടാനുള്ള ജീവനുള്ള ഒരു ഗുരുവിനെ അവർക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല അവർ എപ്പോഴോ വീണ ഒരു ഹിപ്നോട്ടിക് മോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു പ്രേരിത നിദ്രയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വിഷയം. പ്രേരിത നിദ്ര വിവശനാണ്. സ്വയം പ്രേരിത നിദ്രയുണ്ട്, പരപ്രേരിത നിദ്രയുണ്ട്. ഈ പ്രേരിത നിദ്രയിലെ അല്ലെങ്കിൽ ഒരുതരം കംഫർട്ട് സോൺ ആണ് സാർ ഉദ്ദേശിക്കുന്നത്. കംഫർട്ട് സോണും ആണെന്ന് തോന്നുകയാണ് അവർക്ക്. പ്രേരിത നിദ്രയൊന്നും കംഫർട്ട് സോൺ അല്ല. ഞാൻ ഡോക്ടർ ആകുന്നതാണ് എനിക്ക് സൗഖ്യം എന്ന് പറയുമ്പോൾ അതൊരു കംഫർട്ട് സോൺ ആയിട്ട് അവർക്ക് തോന്നാം. പക്ഷേ ഡോക്ടർ ആവണമെന്നുള്ള കുട്ടിക്കാലത്ത് മാതാപിതാക്കളോ അധ്യാപകരോ അവന്റെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചായിരിക്കും, അല്ലെ അവളുടെ തലയിലേക്ക്. അത് നേടിയെടുക്കുന്ന അവളുടെ ഒരു ജന്മലക്ഷ്യമായിട്ട് അവൾക്ക് തോന്നാം. അപ്പോഴവൾ വിചാരിക്കും ഇതുകൊണ്ട് വളരെയേറെ മഹാഭാഗ്യങ്ങൾ എനിക്കുണ്ടായി എന്നും തോന്നാം. അപ്പോൾ കംഫർട്ട് സോണായിട്ട് തോന്നുന്നത് പോലും അതും ഒരു പ്രേരിത നിദ്രയാണ്. നീ ഇങ്ങനെയാണ് ആയിത്തീരേണ്ടത്. ഏതോ ഒരു സിനിമയിൽ ഒരിക്കൽ ചെയ്ത് സന്യാസത്തിലുമുണ്ട് ഇതുപോലെ ഒരു പ്രേരിത നിദ്ര. ഏതോ ഒരു സിനിമയിൽ പണ്ടിറങ്ങിയല്ലോ, നിനക്ക് ബാഹ്യസുഖങ്ങളൊക്കെ അനുഭവിച്ചിരിക്കണോ അതോ ലോകത്തിന്റെ രക്ഷാർത്ഥം സന്യാസിയാവണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടുപോയി. അത് ഭാരതത്തിലൊക്കെ വന്നിരിക്കുന്ന പിൽക്കാലത്തെ ഒരുപാട് അബദ്ധങ്ങളാണ്. 1000 വർഷത്തിനുള്ളിൽ പല പല തരത്തിലുള്ള കുഴപ്പങ്ങൾ ഈ സന്യാസ സമ്പ്രദായത്തിൽ വന്നിട്ടുണ്ട്. ഒരു കുട്ടിയെ അവന്റെ നൈസർഗികമായ ജീവിതത്തിലേക്ക് നയിക്കാതെ അവനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? എന്നിട്ട് വടിയും കൊടിയും ഒക്കെ പിടിച്ച് ഏതെങ്കിലും ആശ്രമത്തിൽ കുത്തിയിരുന്നുകൊണ്ട് എന്ത് നേടാനാണ് സാധിക്കുന്നത്? ജ്ഞാനി എന്ന് പറഞ്ഞാൽ ലോകോത്തരമായി പ്രവർത്തിക്കുന്നവനായി തീരുക എന്നുള്ളത്. ഒരു വ്യക്തി പരമാത്മജ്ഞാനത്തിലാണെങ്കിൽ, എന്നുവെച്ചാൽ ബോധാതീതനാണെങ്കിൽ അവന്റെ പ്രവൃത്തികളെല്ലാം അനന്തമായിരിക്കും, അക്ഷയമായിരിക്കും, ഒരിക്കലും ക്ഷയിക്കാത്തതായിരിക്കും. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് കാണിച്ചിട്ട് ഈ ശരീരം വെടിഞ്ഞ് പിന്നീട് പോകുന്നുള്ളൂ. എന്ന് വെച്ചാൽ അത് മറ്റുള്ളവരെ അടിച്ചമർത്തി ഹിംസാത്മകമായ ഒരു ലോകം സൃഷ്ടിക്കുകയോ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൊന്നുകൊണ്ട് രക്തക്കളമാക്കിക്കൊണ്ട് ഒരു വിഭാഗത്തെ എല്ലാവരെയും നമ്മളിലേക്ക് ചേർക്കുകയോ ചെയ്യുന്നതല്ല. അതൊന്നുമല്ല. വാളെടുത്ത് യുദ്ധം ചെയ്തുകൊണ്ട് ലോകത്തിനെ പിടിച്ചടക്കി പോയവരാരും മഹാജ്ഞാനികളല്ല. ബോധാതീതൻ എപ്പോഴും അവൻ അറിഞ്ഞോ അറിയാതെയോ വലിയ കാര്യങ്ങൾ ചെയ്തും പറഞ്ഞുകൊണ്ടുമേ ഇരിക്കും. അവന്റെ അടുക്കൽ ചെല്ലുന്നവർക്കും ആ ഒരു ഊർജ്ജം ലഭിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരാളൊരു ദേശത്തുണ്ടെങ്കിൽ ആ ദേശം മൊത്തം സമ്പൽ സമൃദ്ധവും സുന്ദരവുമായിക്കൊണ്ടിരിക്കും. ആ പ്രദേശത്തുള്ളവരുടെ മനസ്സിലെ പോലും കാലുഷ്യം മാറിക്കൊണ്ടേയിരിക്കും. പ്രേരിത നിദ്ര വിവശരാകാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഭാരതീയ ദർശനങ്ങളിലൂടെ നമ്മൾ നോക്കുമ്പോൾ പുതിയ ജനം സ്വീകരിക്കേണ്ടതായ കാര്യം. അപ്പോഴും നമ്മൾ ക്രിയായോഗയെന്നോ ഏത് യോഗമാർഗങ്ങളും പറയുമ്പോഴത്തേന് അതിലൂടെ എനിക്ക് ബോധത്തിന്റെ അനന്തതലത്തിലേക്ക് പോകാമെന്ന് ധരിച്ചുകൊണ്ട് അവിടെ ചെല്ലുകയാണ്. പക്ഷെ എപ്പോഴും എവിടെയൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വളരെയേറെ സംശയമുണ്ട്. കാരണം ഇവർ വന്ന് പറയുന്നത് ഇപ്പോൾ ഈ 6 പേരുടെ അടുക്കൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിച്ചു. ഈ മന്ത്രദീക്ഷ എന്നുള്ള പദം തന്നെ ഞാൻ ഉപയോഗിക്കാറില്ല. മന്ത്രോപദേശം, എൻ്റെ അച്ഛൻ പറയാറ് മന്ത്രോപദേശം സ്വീകരിക്കാറില്ല, മന്ത്രം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് മന്ത്രദീക്ഷ സ്വീകരിച്ചു. ഈ മന്ത്രോപദേശം അവിടെ ജ്ഞാനോപദേശമാണോ? അല്ല. മന്ത്രോപദേശം ഒരു വഴി തുറക്കല. പക്ഷെ എവിടെ കൂടെയാണ്, എത്രമാത്രമാണ് പോകുന്നത്? ഇതിലൂടെ കടന്നു പോകുന്നവരാ എൻ്റെ അടുക്കൽ ചോദ്യങ്ങളുമായിട്ട് വരുന്നത് തന്നെ.